സ്വർണ്ണക്കൊള്ളയിലെ ഉന്നത നേതാക്കളുടെ പങ്ക് പത്മകുമാർ പരസ്യമാക്കുമെന്ന സൂചന. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ പത്മകുമാറിനെതിരെ CPM നടപടിയെടുത്താൽ പത്മകുമാറും ചില ബോംബുകൾ പൊട്ടിക്കുമെന്ന സൂചന. കേസുമായി ബന്ധപ്പെട്ട പല ഉന്നത നേതാക്കളുടെയും പേരുകൾ പത്മകുമാർ പുറത്തുവിട്ടേക്കുമെന്നാണ് വിവരം. തന്നെ പാർട്ടിയിൽ നിന്ന് തരംതാഴ്ത്തുകയോ പുറത്താക്കുകയോ ചെയ്താൽ സ്വർണ്ണക്കവർച്ച കേസിലെ മുൻ മന്ത്രിയുടെ അടക്കം പങ്ക് പത്മകുമാർ പരസ്യമാക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചന. ഇത്തരം വെളിപ്പെടുത്തലുകൾ ഒഴിവാക്കാൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുള്ള തോമസ് ഐസക്കിനെ അനുനയ ചർച്ചകൾക്ക് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം പത്മകുമാറിന്റെ ആത്മകഥ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന വിവരവും പുറത്തുവന്നതോടെ CPM നേതൃത്വം വെട്ടിലായിരിക്കുകയാണ്. ഭക്തജനങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും അനുനയിപ്പിക്കാൻ പാർട്ടിക്ക് പത്മകുമാറിനെതിരെ ശക്തമായ നടപടി എടുത്തേ മതിയാകൂ. എന്നാൽ അതുമൂലം പാർട്ടി നേരിടാൻ പോകുന്നത് വലിയ തിരിച്ചടിയായിരിക്കുമെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം ചർച്ച ചെയ്ത സംസ്ഥാന കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി വരെ ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ പ്രധാന കാരണമാണെന്ന് വിലയിരുത്തിയിരുന്നു. പത്മകുമാറിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാത്തതിലുള്ള അമർഷവും കീഴ്ഘടകങ്ങൾ ശക്തമായി ഉന്നയിച്ചിരുന്നു. ഗത്യന്തരമില്ലാതെയാണ് CPM സംസ്ഥാന കമ്മിറ്റി അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിന് കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത്. ശബരിമല യുവതീ പ്രവേശന സമയത്ത് ഉന്നതരുടെ ഇടപെടൽ ഉൾപ്പെടെ പുറത്തു പറയുമെന്ന് പത്മകുമാർ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞതായാണ് സൂചന. മാസപൂജയ്ക്ക് സ്ത്രീകളെ ശബരിമല ദർശനത്തിന് അനുവദിക്കാൻ തീരുമാനിച്ചിരുന്നതായും സൂചനയുണ്ട്. പിന്നീട് ശുദ്ധികലശം നടത്തിയാൽ മതിയെന്നും മണ്ഡലകാലത്തെ തിരക്കിൽ സ്ത്രീകൾക്ക് ദർശനം അനുവദിക്കരുതെന്നുമായിരുന്നു പാർട്ടിയുടെ നിലപാട്. പ്രളയമുണ്ടായ സമയം ആനത്തോട് ഡാമിൽ നിന്ന് ഒഴുകിവന്ന 1 ലക്ഷം ടൺ മണൽ നീക്കം ചെയ്യാൻ ദേവസ്വം ബോർഡ് അറിയാതെ മുൻ മുഖ്യമന്ത്രി സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകാൻ തീരുമാനമെടുത്തുവെന്ന തരത്തിലുള്ള വിവരവും വരുന്നുണ്ട്. അന്നത്തെ പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയും ഇതിന്റെ ഭാഗമായി ഹെലികോപ്റ്ററിൽ ഈ മേഖലകളിൽ പരിശോധന നടത്തിയതിനടക്കമുള്ള വിവാദ തീരുമാനങ്ങളിലെ തെളിവുകളും പത്മകുമാറിന്റെ കൈവശമുണ്ടെന്നാണ് നിഗമനം. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുകയാണ് ഇപ്പോൾ CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. സ്വർണ്ണക്കവർച്ച കേസിൽ ദൈവതുല്യനായ ഒരാൾക്ക് പങ്കുണ്ടെന്ന് പത്മകുമാർ നേരത്തെ ആരോപണം നടത്തിയിരുന്നു. ഇത് ആരാണെന്ന തരത്തിൽ വലിയ ചർച്ചകൾ മുമ്പ് നടന്നിരുന്നു. പത്മകുമാർ കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് ആരാണെന്നതിൽ വ്യക്തത വന്നേക്കും. സാമ്പത്തിക തട്ടിപ്പിൽ ED അന്വേഷണം നേരിടുന്ന ഒരാൾക്കും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന തരത്തിലുള്ള ആരോപണവും പുറത്തു വന്നിരുന്നു.